ദ്രൗപദിയുടെ പ്രാർത്ഥന കേട്ട് കൃഷ്ണൻ ദ്രൗപദിയുടെ അരികിലെത്തുന്നു. കൃഷ്ണൻ ദ്രൗപദിയോട് പറഞ്ഞു, ദ്രൗപദി, എനിക്ക് വിശക്കുന്നു, ആദ്യം എനിക്ക് ഭക്ഷണം നൽകുക, എന്നാൽ നിനക്ക് എല്ലാം സാധിക്കും. ദുർവാസാവിന് ഭക്ഷണം നൽകുവാനും കഴിയും. ദ്രൗപദി പറഞ്ഞു, ഭഗവാനെ, അക്ഷയപാത്രത്തിൽ എൻ്റെ ഭക്ഷണവും കഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയൊന്നും ഉണ്ടാവുകയില്ല. എൻ്റെ ഊണ് കഴിഞ്ഞുവല്ലോ. ഞാൻ ഇനി എങ്ങനെയാണ് അങ്ങേക്കും ദുർവാസാവ് മഹർഷിക്കും ഭക്ഷണം നൽകുക? ഇനി അങ്ങ് മാത്രമേ എനിക്ക് ആശ്രയമുള്ളൂ. എന്തെങ്കിലും ഒരു പോംവഴി അങ്ങ് കണ്ടെത്തിയാലും. കൃഷ്ണൻ വീണ്ടും പറഞ്ഞു, ദ്രൗപദി, എനിക്ക് വിശക്കുന്നുണ്ട്. നീ പോയി ആ അക്ഷയപാത്രം എടുത്തുകൊണ്ട് വരിക. ഞാനൊന്ന് നോക്കട്ടെ. എൻ്റെ വിശപ്പടക്കുവാനുള്ളത് അതിലുണ്ടാകും. ദ്രൗപദി അക്ഷയപാത്രം കൊണ്ടുവന്ന് ശ്രീകൃഷ്ണൻ്റെ മുന്നിൽ വെച്ചു. ശ്രീകൃഷ്ണൻ ആ പാത്രമെടുത്ത് അതിൻ്റെ വക്കിൽ പറ്റിയിരുന്ന ചീരയില കണ്ടെടുത്ത് തൃപ്തിയോടെ ഭക്ഷിച്ചു. അതിനുശേഷം ദുർവാസാവിനെയും ശിഷ്യന്മാരെയും ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി ക്ഷണിക്കുക എന്ന് കൃഷ്ണൻ ദ്രൗപദിയോട് പറയുന്നു.